ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട, അതേപോലെ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആസ്തി എന്ന് പറയും നമ്മൾ, അല്ലേ? നമ്മളുടെ ഏറ്റവും വലിയ ആസ്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു ഉത്തരമാണ് ഉണ്ടാകുക. അതെന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിൽ പല ആളുകളും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ വിലയിരുത്തേണ്ടത്, നമുക്ക് ഏത് ക്വാളിറ്റിയുള്ള ഭക്ഷണം വേണമെങ്കിലും നമുക്ക് ആർക്കും അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ക്വാളിറ്റിയിലും ഏത് നിലവാരത്തിലും നമുക്ക് ആർക്കും നമ്മുടെ ഭക്ഷണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ബിസിനസ്സിലെ മറ്റുള്ള എല്ലാ ഘടകങ്ങളെയും നമുക്ക് ഇതേപോലെ തന്നെയാണ്. നമുക്ക് മാർക്കറ്റിംഗ്, നമുക്ക് ഏത് നിലവാരത്തിൽ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, ഇല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലെ മറ്റുള്ള ഓരോ ഘടകങ്ങളും. നമ്മുടെ മെനു തയ്യാറാക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും, എന്തും നിങ്ങൾക്ക് ഏത് നിലവാരത്തിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ആ ഘടകങ്ങളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ നമ്പർ 1 ആസ്തി എന്ന് പറയുന്ന ഈ ഘടകത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ജീവനക്കാരാണ്, ഹ്യൂമൻ റിസോഴ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതും ഈ ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും.
എൻ്റെ അനുഭവത്തിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉടമകളെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ 95% പ്രോബ്ലം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ ഫീഡ്ബാക്കിൽ നിന്നും റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനങ്ങളുടെ ഫെയിലിയേഴ്സിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ജീവനക്കാരെ എന്തുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് റെസ്റ്റോറൻറ്റുകൾക്ക് പരാജയം ഉണ്ടാകുന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രോബ്ലം ഒന്നുമല്ല. ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. നമുക്കൊരു മെനു സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന്, ഒരു റെസിപ്പി കണ്ടെത്തുന്നതിന് നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലേ? നമ്മളുടെ കുക്കുമായിട്ടും നമ്മളുടെ ഷെഫുമായിട്ടും നമ്മൾ നിരന്തരം ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ പല രീതിയിലും അതിനുള്ള റിസോഴ്സുകൾ കണ്ടെത്തിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് കൊണ്ടുവരുന്നതിനും നമ്മളുടെ ഒരു യുണീക്ക് മെനു കൊണ്ടുവരുന്നതിനും നമ്മൾ എന്ത് ചെയ്യും, ധാരാളം സമയവും പണവും നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഇല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഘടകങ്ങളെയും നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പണവും സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജീവനക്കാരെ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അവരെ നമ്മളുടെ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവണം. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് ഉപകാരപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന ആളുകളല്ലാതായിട്ട് മാറും. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഈ ജീവനക്കാരുടെ പ്രാധാന്യം എന്താണ് ബിസിനസ്സിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ജീവനക്കാരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഈ ജീവനക്കാരിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള ബെനിഫിറ്റ് ആയിരിക്കില്ല ലഭിക്കുക. കാരണം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ? അവരൊരു സേഫ് സോണിലാണ്. അവർക്ക് 30 ദിവസം പൂർത്തിയാകുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഒരു മാസം പൂർത്തിയാകുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഡെയിലി അവരുടെ ജോലി ടൈം കഴിയുമ്പോഴേക്ക് അവർക്ക് വേജസ് കിട്ടും. ഈ രൂപത്തിൽ അവരൊരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ആ ടൈം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടും എന്നുള്ള ഒരു സേഫ് സോൺ അവരുടെ മുമ്പിലുണ്ട്. അവരാ ജോലി കൃത്യമായിട്ട് ചെയ്തോ പൂർത്തീകരിച്ചോ ഇതൊന്നും അവിടെ ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അവരാ ജോലിയുടെ സമയം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഈ ജീവനക്കാരനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു ജീവനക്കാരനെ നിങ്ങൾ ഈ രൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കേണ്ടതിന്റെ കാരണം എന്തൊക്കെയാണ്? ജീവനക്കാരൻ നിന്ന് ഈ ബിസിനസ്സിനുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുണ്ടാവണം. ഇത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പല റെസ്റ്റോറൻറ്റുകളിലും ജീവനക്കാരും മാനേജ്മെൻറ്റും രണ്ട് തട്ടിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ജീവനക്കാരൻ ബിസിനസ് ഉടമയ്ക്ക് അത്രത്തോളം ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പണിയെടുത്ത് മുമ്പോട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയിൽ ജീവനക്കാരൻ നിൽക്കും. ബിസിനസ് ഉടമ എപ്പോഴും അവരെ വഴക്ക് പറയുന്നവരും ചീത്ത പറയുന്നവരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ഇവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക ബിസിനസിൻ്റെ ഉള്ളിൽ. ഇവരെപ്പോഴും മാനേജ്മെന്റിന് അനുകൂലമായിട്ട് ജീവനക്കാരൻ പ്രവർത്തിക്കുന്നില്ല. ജീവനക്കാർക്ക് വേണ്ട എല്ലാ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു കൾച്ചർ അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇങ്ങനെ ഈ ബിസിനസ് എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇന്ന് പരാജയപ്പെടുന്ന ബിസിനസ്സുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% ബിസിനസ്സുകളും പരാജയപ്പെട്ടിട്ടുണ്ടാവുക ജീവനക്കാരുടെ പ്രോബ്ലംസുകളെ പറഞ്ഞുകൊണ്ടാണ് പല ബിസിനസ്സുകളും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയാം. അവിടെ നമുക്ക് ജീവനക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ?
അവിടെ ജീവനക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് ഒരു ജീവനക്കാരനെ അവന്റെ ജോലിയിൽ പെർഫെക്റ്റ് ആക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം ഈ ബിസിനസ് ഉടമയ്ക്കുണ്ട്. അവരെ എങ്ങനെയാണ് ആ ജോലിക്ക് അവന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആ ജോലിയെ മാറ്റി കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ബിസിനസ് ഉടമയ്ക്കുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള അതിന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി എത്തിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ആ ജോലി ചെയ്യിക്കുന്ന, ഡെലിഗേഷൻ ചെയ്തുകൊണ്ട് ആ ജോലി ചെയ്യിക്കുന്ന രൂപത്തിലേക്ക് ആ ജീവനക്കാരനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം ബിസിനസ് ഉടമയ്ക്കുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് പറ്റുന്ന തെറ്റുകളെ, അല്ലെങ്കിൽ ബിസിനസ് ഉടമയ്ക്ക് പറ്റുന്ന തെറ്റുകളെ ജീവനക്കാരൻ്റെ മുകളിലേക്ക് പഴിചാരിക്കൊണ്ട് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പല ആളുകളും ചോദിക്കും, ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ജീവനക്കാരല്ലേ നിലനിൽക്കുന്നത്? ഈ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ആളുകളൊക്കെ, ഈ ബിസിനസ് ഉടമകളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നതും ഇവരുടെ ബിസിനസ്സിൽ നിലനിർത്തി പോകുന്നതും. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മുതൽ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ജീവനക്കാരനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പല ആളുകളും അറിയുന്നില്ല. ഇന്ന് ഞാൻ ഈ ലൈവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഞാനൊരു ബോണസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഹയറിംഗ് ചെക്ക് ലിസ്റ്റാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളൊരു ജീവനക്കാരനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ഹയറിംഗ് ചെക്ക് ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആ ചെക്ക് ലിസ്റ്റ് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളരെ നല്ല കൾച്ചേർഡ് ആയിട്ടുള്ള, നല്ല എഫക്റ്റീവായിട്ടുള്ള, നിങ്ങളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ രീതികൾ ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ റിക്രൂട്ട്മെന്റുകൾ മുമ്പോട്ട് പോകുന്നത്. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. നമ്മൾ അതിന് പകരം ആ പരാജയം, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഈ പരാജയത്തെ നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്ത ജീവനക്കാരന്റെ മുകളിലേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ റിക്രൂട്ട് ചെയ്ത ജീവനക്കാരൻ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യനല്ലാത്തത് കൊണ്ടാണ് അയാൾ നിങ്ങളുടെ ബിസിനസ്സിൽ വന്നിട്ട് പ്രശ്നക്കാരനായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യരായിട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് കിട്ടണം, ഇല്ലേ? ഒരു മാർഗം നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുക? അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അതിന് ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ലൈവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ ചെക്ക് ലിസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ലൈവ് നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ അറിവ് എന്താണ് എന്നുള്ളത്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യം കമൻറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങളതിൽ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത ഹയറിംഗ് പ്രോസസ്സ് മുതൽ ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. ഞങ്ങളുടെ കൺസൾട്ടിങ് പ്രോസസ്സുകളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സെയിം ചെക്ക് ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആളുകളെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കും ഈ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒരു ടീം, നമ്മുടെ റെസ്റ്റോറൻറ്റിനുള്ളിൽ നമ്മളുടെ ഒരു ടീം എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പോയിന്റായിട്ട് നമ്മൾ നോക്കുന്നത്. അവർ ബെസ്റ്റ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം. കാരണം ഒരു ഗസ്റ്റ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരിക, ഒരു ഗസ്റ്റ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വരുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ വീട്ടിൽ അവർക്ക് കിട്ടുന്ന സെയിം ഇല്ലേ ആംബിയൻസും ഫീലിങ്സും ഭക്ഷണത്തിൻ്റെ സർവീസും കാര്യങ്ങളും, ഒരു വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ള രൂപത്തിലാണ് റെസ്റ്റോറൻറ്റുകളെ ഒരു ഗസ്റ്റ് കാണുന്നത്.
അല്ലേ? നമുക്ക് നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുക എന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിലും ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്തയാണ് ഓരോ ഗസ്റ്റിനുള്ളത്. അപ്പോൾ അവൻ എന്ത് വേണം? അവൻ അതിനനുസരിച്ചുള്ള സർവീസ് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണം. അപ്പോൾ എന്ത് വേണം? മികച്ച കൾച്ചറുള്ള, ബെസ്റ്റ് കൾച്ചർ ഉള്ള ആളുകളായിരിക്കണം നമ്മളുടെ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരായിട്ടുണ്ടാവുന്നത്. അവർ നമ്മൾ മികച്ച കൾച്ചറുള്ള ആളുകളാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ളെങ്കിൽ അവർക്ക് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർ ബെസ്റ്റ് സർവീസ് കൊടുക്കും ഗസ്റ്റിന്. കാരണം അവരുടെ കൾച്ചർ എന്താ? ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് അവരുടെ ഒരു കൾച്ചറായിരിക്കും, ഇല്ലേ? ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കണം, അവരോട് എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും, ഇല്ലേ? ഇങ്ങനെയുള്ള ധാരണ ഉണ്ടാകുന്ന ആളുകൾക്ക് അവരെന്ത് ചെയ്യും? അവർ ബെസ്റ്റ് സർവീസ് കൊടുക്കും. നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിലാണ് നമ്മൾ മത്സരിക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുക, നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുക. ആളുകൾ വരും, ഒരു തവണ വരും, അവർ കഴിക്കും, അവർ നിങ്ങളോട് നല്ല അഭിപ്രായം പറയും, അവർ പോകും, അവർ തിരിച്ചു വരില്ല. നിങ്ങൾക്കുള്ള അനുഭവമായിരിക്കും ഇത്. ഇന്ന് നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ ഒരു 90% റെസ്റ്റോറൻറ്റുകളെയും നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ ഭക്ഷണം ബെസ്റ്റ് ഫുഡാണ്. അവരുടെ രുചികൾ, അവരുടെ ടേസ്റ്റ്, ബെസ്റ്റ് ടേസ്റ്റുകളാണ് അവർ കൊടുക്കുന്നത്. ഇതിനൊന്നും നമുക്ക് യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല, ഇല്ലേ? എന്നിട്ടെന്താ അത്തരം റെസ്റ്റോറൻറ്റുകൾ, ഈ 95% റെസ്റ്റോറൻറ്റുകളും വിജയിക്കുന്നില്ല. ഈ 95% റെസ്റ്റോറൻറ്റുകളും എന്താ സംഭവിക്കുന്നത്? 95% റെസ്റ്റോറൻറ്റുകളും പരാജയപ്പെടുന്നു. ഒരു 2%, 3% അല്ല 5% റെസ്റ്റോറൻറ്റുകൾ സക്സസ് ആവും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബെസ്റ്റ് ഫുഡ് കൊടുത്തിട്ടും ബെസ്റ്റ് കൾച്ചർ കീപ്പ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ബെസ്റ്റ് ഫുഡ് എല്ലാവരും മത്സരിച്ച് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ കോമ്പറ്റേറ്റർ കൊടുക്കുന്നു, അതിൻ്റെ അപ്പുറത്തുള്ള മറ്റു കോമ്പറ്റേറ്റർ കൊടുക്കുന്നു, എല്ലാവരും ബെസ്റ്റ് ഫുഡ് കൊടുക്കുന്നു. പക്ഷേ ബെസ്റ്റ് കൾച്ചർ എവിടെ നിന്നും, അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസ് എവിടെ നിന്നും ആർക്ക് കിട്ടുന്നില്ല? നമ്മുടെ ഗസ്റ്റിന് കിട്ടുന്നില്ല. ഇവിടെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ ബെസ്റ്റ് ആവേണ്ടത്, ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ജീവനക്കാരെ കുറിച്ച് തിരിച്ചറിയേണ്ടത്. നിങ്ങളൊരു ദിവസം നിങ്ങളുടെ ഒരു ജീവനക്കാരെ ഒരു വഴക്ക് പറയുന്നു, ഇറിറ്റേഷൻ ചെയ്യുന്നു, അന്ന് ആ ഒരു ദിവസം മുഴുവനും ആ ജീവനക്കാരൻ്റെ മൈൻഡ് സെറ്റ് എന്താവുകയാണ്? പിച്ച് ലെവൽ താന്ന് കസ്റ്റമർക്ക് ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള മൈൻഡ് സെറ്റായിട്ട് മാറുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങളൊരു ജീവനക്കാരൻ്റെ വഴക്ക് പറഞ്ഞാൽ അവന് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങളുടെ ജീവനക്കാരുടെ കൾച്ചർ, ബെസ്റ്റ് കൾച്ചർ, അതെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും? അവരെ ഏതൊക്കെ രൂപത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ അവരെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ അത് പഠിക്കണം, നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ബെസ്റ്റ് കൾച്ചർ ഈസ് ഈക്വൽ ടു ബെസ്റ്റ് സർവീസ്. നല്ല ബെസ്റ്റ് കൾച്ചറുള്ള ജീവനക്കാരെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ബെസ്റ്റ് സർവീസ് നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമർ എക്സ്പീരിയൻസ് എത്രത്തോളം ബെറ്റർ ആകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്താവും? നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളുടെ കൂടുതൽ ഗസ്റ്റുകളെ അല്ലെങ്കിൽ കൂടുതൽ ഉപഭോക്താക്കളെ നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്തുന്ന ആളുകളായിട്ട് മാറും. ദെൻ സെക്കൻഡ് പോയിന്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് ഈ ബെസ്റ്റ് കൾച്ചറുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയണം. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളോട്. നിങ്ങൾക്കൊരു വെയിറ്ററെ ആവശ്യമുണ്ട്. നമ്മൾ എപ്പോഴായി വെയിറ്റർ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്? ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് ഒരു വെയിറ്റർ നമ്മൾ പോവുകയാണെന്ന് പറയുമ്പോൾ നാളത്തേക്കാണ് നമ്മളൊരു വെയിറ്ററെ തിരയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ബെസ്റ്റ് ആളെ തിരഞ്ഞെടുക്കാനുള്ള സമയം നിങ്ങളുടെ മുമ്പ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള
ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയണം. ഡാറ്റ കളക്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ആൾക്ക് നിങ്ങളെ നിന്ന് റെസിഗ്നേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആളെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകണം. അത് ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് ആളെ നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടുന്ന ആള് ഒരു ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ കണ്ടെത്തുന്ന ആള് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ആളുമായിരിക്കും. അയാൾക്ക് യാതൊരു ക്വാളിറ്റി ഉണ്ടാവില്ല, അവർക്ക് ബെസ്റ്റ് കൾച്ചർ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ്? ആദ്യം തന്നെ നമ്മൾക്ക് ഏത് സെക്ഷനിലേക്കാണ്, നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ആളെ ആവശ്യമുള്ളത്, അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത്, ആ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ട്, ആ അഡ്വർടൈസ്മെന്റുകളെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കൊടുക്കാം. ഇൻഡീഡ് എന്ന് പറയുന്ന ജോബ് സൈറ്റ് ഉണ്ട്, ആ സൈറ്റിലൂടെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് OLX പോലുള്ള സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ ഒരു വേക്കൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം ഒരു 30 to 50 ബയോഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് സ്ക്രീനിങ് ചെയ്ത് ആ ബയോഡാറ്റാസിനെ സ്ക്രീനിങ് ചെയ്ത് അതിൽ നിന്ന് ഇവരുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം അവരുടെ പ്രീവിയസ് വർക്ക് ചെയ്ത റെഫറൻസുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ഡയറക്റ്റ് ഇന്റർവ്യൂവിലേക്ക് അവരെ വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പ്രൊസീജിയറിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ആളുടെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ കഴിഞ്ഞ ഏത് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു, അയാൾ എന്താണ് അവിടുത്തെ ക്വാളിറ്റി എന്തായിരുന്നു, അവിടെ എങ്ങനെയുള്ള കൾച്ചറിൽ അയാൾ നിന്നു, അയാൾ അവിടുത്തെ ടീമിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണോ, അവിടുത്തെ മാനേജ്മെൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാക്കിയ ആളാണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പോയി ചാടുന്നത് എവിടെയാണ്? എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നിന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന ആളെ ആയിരിക്കും നിങ്ങൾക്കും കിട്ടുക. നിങ്ങൾ അയാളെ പിടിച്ച് നിങ്ങളെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരും, അയാൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആമേ ക്ലിയർ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾ നേരിടുന്ന പ്രശ്നമല്ലേ ഞാനിപ്പം പറഞ്ഞത്? ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നിങ്ങൾ പ്രൊഫഷണൽ ആക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പ്രൊഫഷണൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ 80% ഇവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 100% എന്ന് ഞാൻ പറയുന്നില്ല, 80% നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് 10% നിങ്ങളുടെ ആ പൊസിഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ പരിഹരിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ റിക്രൂട്ട്മെന്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 80% നിങ്ങളിപ്പോൾ നേരിടുന്ന റിക്രൂട്ട്മെന്റിൽ നേരിടുന്ന ചലഞ്ചസുകളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ആള് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് ചാടിപ്പോവും അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക? നിങ്ങൾ ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, പണം, അവിടെ നിങ്ങൾ ഇയാളെ കൊണ്ടുവന്ന് ഓൺബോർഡിങ് ചെയ്യുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ഭാരിച്ച നഷ്ടമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇയാൾ ചാടിപ്പോകുമ്പോൾ അടുത്ത ആളെ വീണ്ടും റിക്രൂട്ട് ചെയ്യണം ഇല്ലേ? അതിനു വേണ്ടി നമുക്ക് ഇവരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. അതിന്ന് പല റെസ്റ്റോറൻറ്റ് ഉടമകൾക്കും അറിയില്ല എന്താണ് അതിനുള്ള സ്ട്രാറ്റജി എന്നുള്ളത്. ഇവരെ റിക്രൂട്ട് ചെയ്യുന്നു, ശമ്പളം കൊടുക്കുന്നു, ഒരു ശമ്പളം കൊടുപ്പുകാരൻ മാത്രമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഉടമ മാറുക. പക്ഷെ അവിടെ അങ്ങനെയല്ല വേണ്ടത്. ഇവരെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിലനിർത്തി പോകുന്നതിനുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിൽക്കുള്ളൂ. നിങ്ങൾ ചില റെസ്റ്റോറൻറ്റുകൾ എടുത്തു നോക്കൂ, അവിടെയുള്ള സ്റ്റാഫിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അവർ കൃത്യമായിട്ട് അവരുടെ ജോലികൾ ഏൽപ്പിച്ച ജോലികൾ അവർ കൃത്യം ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാം. അവർക്ക് എന്തില്ല, അവർ പെട്ടെന്ന് ലീവ് എടുക്കുന്നില്ല, അവർ പെട്ടെന്ന് മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പിന്നെ ചാടിപ്പോകുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും അവർ നിൽക്കുന്നില്ല. കാരണം എന്താ? അവർക്ക് ഇവിടെ നിന്നാൽ സുരക്ഷിതമാണ്, ഇവരുടെ ഭാവി ഇവിടെ സുരക്ഷിതമാണ്, ഇവർക്ക് ഭാവിയിൽ വളർച്ചയുണ്ട്, ഇവർക്ക് നല്ല രൂപത്തിലുള്ള ഒരു കൾച്ചർ ഇവിടെ നിന്ന് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, എൻ്റെ ഫാമിലിയും ഞാനും സുരക്ഷിതമാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അവർ ആ ബിസിനസ്സിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബിസിനസ്സിലും നമുക്കൊരു സുരക്ഷിതത്വം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതിന് നമ്മൾ ചില സ്ട്രാറ്റജികളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്താണ്?
ഇവർക്ക് ചില റിവാർഡ്സുകൾ, ഇൻസെൻറ്റീവ്സുകൾ, ഇവർക്ക് ചില ഹയർ പൊസിഷനുകളിലേക്ക് വളരാനുള്ള സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ ഇവർക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹാപ്പിയാണ്. ഇത് ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ പഴയ എംപ്ലോയിക്ക് ഒരു വളർച്ച കിട്ടുന്നു, അവർ അടുത്തൊരു പൊസിഷനിലേക്ക് വളരുന്നു, അവർക്ക് ശമ്പളം വർദ്ധിക്കുന്നു, അവന് ഇൻസെൻറ്റീവ് കിട്ടുന്നു, അവന് റിവാർഡ്സ് കിട്ടുന്നു, അവന് മറ്റുള്ള ഒരു ടൂർ അലവൻസോ മറ്റുള്ള കാര്യങ്ങളോ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവനെ സംബന്ധിച്ചിടത്തോളം പുതിയ എംപ്ലോയി വരുമ്പോൾ ഇവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഇവിടെ നിന്നാൽ എനിക്കും ഇതൊക്കെ കിട്ടും, ഞാനും ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ എൻ്റെ ജീവിതവും ഇതേപോലെ ബെസ്റ്റാവും എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ഈ ജീവനക്കാരൻ മാറും, ഇല്ലേ? അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്നില്ല. നമുക്കത് പരിഗണിക്കാൻ കഴിയാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റബിലിറ്റി നമുക്ക് കുറവാണ് എന്നുള്ളത് നമ്മളുടെ ഒരു പ്രധാന കാരണം. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ മറ്റൊരു ദിവസം അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ. നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ ജീവനക്കാരന് വളരാൻ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ബിസിനസ്സിൽ അവൻ നിലനിൽക്കില്ല. നിങ്ങൾ എന്നും ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന റെസ്റ്റോറൻറ്റുകളായിട്ട് നിങ്ങൾ മാറും. ഓക്കെ, അപ്പം ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിന് കൊണ്ടുവരേണ്ട ചില സ്ട്രാറ്റജികളുണ്ട്. ആ സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കണം. ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലുള്ള നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വളരാനുള്ള അവസരം നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ബിസിനസ്സിൽ വന്ന് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് തരുന്ന, റവന്യൂ കൂട്ടി തരുന്ന ആളുകളായിട്ട് അവർ മാറുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ഒരു ബെസ്റ്റ് അവസരങ്ങൾ കിട്ടിയ ഒരു ജീവനക്കാരൻ, അഥവാ എല്ലാവിധ ആനുകൂല്യങ്ങളും, നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല രൂപത്തിലുള്ള വളരാനുള്ള അവസരം എല്ലാം കിട്ടിയ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവന് ഹാപ്പിയാണ്, അല്ലേ? അവൻ ഹാപ്പി ആയിരിക്കും. അവൻ എന്താണ് ചെയ്യുക? അവൻ ഹാപ്പി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്കും ഹാപ്പി ആയിട്ടുള്ള ഉപഭോക്താക്കളെ ഉണ്ടാക്കുന്നതിൽ അവർ പരിശ്രമിക്കും. കാരണം എന്താ? അവന് കൂടുതൽ ഉപഭോക്താക്കളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് നിലനിർത്തി കഴിയുമ്പോഴാണ് അവനും വളരാൻ അവസരമുള്ളത് എന്നുള്ളത് അവൻ മനസ്സിലാക്കും. ഇത് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു പോയിന്റാ, ഇല്ലേ? നമ്മളെന്താ ചെയ്യുക? നമ്മൾ രാവിലെ ഒരു മീറ്റിംഗ് വിളിക്കും. എല്ലാ സെയിൽസ് സ്റ്റാഫിൻ്റെയും അല്ലെങ്കിൽ ക്യാപ്റ്റന്, സെയിൽസിലുള്ള സ്റ്റാഫിനെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറോ എന്ത് ചെയ്യും? അവരോട് പറയും, ഇന്ന് ഒരു 50 കരിമീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, 50 കരിമീൻ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, 50 എണ്ണവും ഇന്ന് ലഞ്ചിന് തന്നെ വിറ്റ് തീർക്കണം. ഇതാ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അയാൾ 50 കരിമീൻ വിറ്റാലും വിറ്റിയില്ലെങ്കിലും അയാൾക്ക് ശമ്പളം കിട്ടും, അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. 50 കരിമീൻ വിറ്റാലും വിറ്റിയില്ലെങ്കിലും അയാൾക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടും. പിന്നെ എന്തിനാ അവന് വിൽക്കണം? അപ്പോൾ അത് വിൽക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയിൽ ഈ പറയുന്ന ടീമിനും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുത്തണം. മനസ്സിലായില്ലേ? അപ്പോഴെന്താണ് ഇവർ ചെയ്യുക? ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറെയും അവരെന്ത് ചെയ്യും? ഇൻഡിവിജ്വലി അവരിത് വിൽപ്പന നടത്തുന്നതിലേക്ക് പരിശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഓരോ കസ്റ്റമറെയും കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കസ്റ്റമറുടെ മുമ്പിൽ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവനക്കാരൻ തയ്യാറാകുന്ന രീതിയിലേക്ക് അവരെ നിങ്ങൾ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ വിശ്വസ്തരായിട്ടുള്ള നമ്മുടെ ഉപഭോക്താക്കളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവനക്കാർ കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ബിസിനസ് ഓണർ എത്ര പരിശ്രമിച്ചാലും ഒരു ലോയൽ കസ്റ്റമറിൻ്റെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകൾക്ക് കഴിയില്ല. കാരണം എന്താ?
ബിസിനസ് ഉടമയല്ല ഈ ഉപഭോക്താക്കളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇവരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവനക്കാരാണ്. നിങ്ങളുടെ ജീവനക്കാരിൽ നിന്ന് വരുന്ന എന്ത് മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അവൻ്റെ പോരായ്മകളും നിങ്ങളുടെ ഓരോ ഉപഭോക്താവിനെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവനക്കാരൻ തന്നെ എന്തു വേണം? നിങ്ങളുടെ ടീം അംഗങ്ങൾ എന്തു വേണം? നിങ്ങളുടെ ബിസിനസ്സിനെ അവരുടെ ബിസിനസ്സായിട്ട് കണ്ടിട്ട് അവരതിനെ വളർത്തുന്ന ആളുകളായിട്ട് മാറണം. ഈ ബിസിനസ് വളരുന്നതോടൊപ്പം ഞാനും വളരുന്നുണ്ട് എന്നുള്ള ഒരു രീതി അവർക്ക് അവർക്ക് ചിന്തിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതിനനുസരിച്ചാണ് നമ്മുടെ മോർണിംഗ് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് വേണം ഇവരെ നിങ്ങളുടെ ഫ്ലോറിലേക്ക് വിടാൻ. നിങ്ങൾക്ക് ഇന്ന് ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ബിസിനസ്സിൽ. അത് വെറും വാക്കിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് നമ്മൾ പ്രവർത്തിച്ച് അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഗ്രോത്ത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളുടെ ജീവനക്കാരൻ അതിനു വേണ്ടിയിട്ട് തയ്യാറാകും. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഉപഭോക്താക്കളെ ഈ ജീവനക്കാരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് കയറുമ്പോഴേക്ക് തന്നെ മാനേജർ കിടന്നിട്ട് പൂരത്തെറിയായിരിക്കും പല സ്റ്റാഫിനെയും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ഫ്ലോറിലേക്ക് കയറുമ്പോൾ അവിടെ പൂരത്തെറി, എത്ര സമയമായിട്ട് ടേബിൾ കിടക്കുന്നു, അത് ക്ലീൻ ചെയ്തില്ല, ഇത് ക്ലീൻ ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇത് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൂരത്തെറിയായിരിക്കും പറയാം. ഇതെന്താണ് സംഭവിക്കുക? രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മാനേജർ ആണെങ്കിലും ബിസിനസ് ഉടമയാണെങ്കിലും ഈ ജീവനക്കാരനോട് തെറി പറയേണ്ടി വരുന്നത്. ഒന്ന്, കൃത്യമായിട്ടുള്ള SOP നടപ്പിലാക്കാത്ത ഫ്ലോറുകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ധാരണ ഈ പറയുന്ന ജീവനക്കാരന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ജീവനക്കാരൻ എന്താണ്? എപ്പോഴും സംശയങ്ങൾ, എന്തൊക്കെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം, ആരാണ് ചെയ്യേണ്ടത്, ഞാനാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണോ ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അയാൾ ജോലി ചെയ്ത് പോകുന്നത്. അപ്പോൾ അയാളുടെ ജോലി എന്താണ് എന്നുള്ളതിന് അയാൾക്ക് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. ഈ പറയുന്ന തെറി കേൾക്കുമ്പോഴാണ് ഒരു ക്ലാരിറ്റി വരിക. ഇതിപ്പോൾ എന്നോട് ചെയ്യാനാണ് പറഞ്ഞത്, ഇപ്പം ചെയ്യാൻ പറഞ്ഞത് എന്നോടാണ്. അപ്പോൾ പോയിട്ട് അയാൾ അത് ചെയ്യും. വീണ്ടും അതേ പ്രശ്നം തന്നെ അവിടെ വരും. അപ്പം കൃത്യമായിട്ടൊരു SOP നടപ്പിലാക്കി കൃത്യമായിട്ടൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ജീവനക്കാരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന വഴക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള വഴക്ക് പറയപ്പെടുന്ന ഫ്ലോറുകളിൽ സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അഥവാ ഈ ജീവനക്കാരൻ്റെ പ്രൊഡക്ടിവിറ്റി 40% കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരു ചീത്ത കേട്ട് കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ മാറി, എന്നാൽ ഒരു പണി കൊടുത്തേക്കാം, ഇന്ന് ഞാൻ അങ്ങനെ വിൽക്കാനൊന്നും പോകുന്നില്ല, ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ വിറ്റാൽ മതി എന്നുള്ള തോന്നലിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറും. ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അവരുടെ ഒരു ഇൻസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ അല്ലേ, അവരുടെ ആ പ്രസ്റ്റീജിനൊരു ഇൻസൾട്ടിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രതികാര ബുദ്ധി അവരുടെ ഉള്ളിൽ ഉടലെടുക്കും. ഇത് ആർക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത്? പണം മുടക്കിയ ബിസിനസ് ഉടമയ്ക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവരോട് സംസാരിക്കുന്നത്? നിങ്ങൾ ഈ സംസാരിക്കുന്ന കൾച്ചർ എന്താണോ ആ കൾച്ചറാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക, നിങ്ങളുടെ ബിസിനസ്സിന് തിരിച്ചു കിട്ടുക. അപ്പോൾ ഈ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കസ്റ്റമറോട് സംസാരിക്കുക. കസ്റ്റമർ പറയും ഇതിൽ കുറച്ച് അല്പം ഉപ്പ് കൂടുതലാണല്ലോ, അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, അതൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇവരുടെ സംസ്കാരം അങ്ങനെയായിട്ട് മാറും. ആ കസ്റ്റമർ എന്ത് ചെയ്യും? എന്താണിത്, നല്ല സർവീസും ഇല്ല, ഫുഡും ഇല്ല. അദ്ദേഹം അത് വാങ്ങിയതിന് പണവും തന്ന് അദ്ദേഹം പോകും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തിരിച്ചു വരില്ല പിന്നീട്. നിങ്ങളുടെ കസ്റ്റമറുടെ എണ്ണം ദിനം പ്രതി ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കണം നമ്മളുടെ ഫ്ലോറിൽ നിന്ന്. നമ്മളുടെ ജീവനക്കാരോട് നമ്മൾ എപ്പോഴും സംസ്കാര സമ്പന്നരായിട്ട് വേണം നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളാണെങ്കിലും നിങ്ങൾ ബിസിനസ് ഉടമയാണെങ്കിലും പെരുമാറേണ്ടത്.
അവരിൽ എന്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടും അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടും അവർ മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മാറ്റാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും സംസ്കാരം വിട്ട്, കൾച്ചർ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവരുമായിട്ട് സംസാരിക്കുകയോ അവരുമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഓക്കെ, ദെൻ അടുത്തത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ജീവനക്കാരിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? നിങ്ങൾക്ക് ഇവരെ കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകളായിട്ട് അവരെ മാറ്റിക്കൊണ്ടുവരണം. എന്തിലൊക്കെ അറിവ് വേണം? നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് കസ്റ്റമർക്ക് ഇത് വിൽപ്പന നടത്തേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറിൽ നിന്ന് ഈ മാക്സിമം ഓർഡറുകൾ എടുക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് കസ്റ്റമർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കണം ജീവനക്കാർക്ക്. അങ്ങനെ അറിവ് ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ റവന്യൂ കൊണ്ടുവരുവാനും ഇവർക്ക് കഴിയുള്ളൂ. അതേപോലെ നല്ല ലോയൽ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി രൂപപ്പെടുത്താനും ഇവർക്ക് കഴിയുള്ളൂ. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇന്ന് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിനറെ കൊണ്ടുവരണം. അതിന് കുറേ ഗെയിമിംഗ് രൂപത്തിലൊക്കെയാണ് ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പോവാറുള്ളത്. അതിന് കുറേ ആക്സസറീസുകൾ വേണം. ഇതൊക്കെ ഒരു വലിയ വലിയൊരു എക്സ്പെൻസ് ആയിട്ടാണ് ഇന്ന് ബിസിനസ് ഉടമ കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു ട്രെയിനിങ് പ്രൊസീജിയറിലൂടെ നിങ്ങളുടെ എംപ്ലോയീസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽപ്പനയിലും നിങ്ങളുടെ പ്രോഫിറ്റിലുമുള്ള വർധനവ് എന്ന് പറയുന്നത് 40 മുതൽ 60% വരെ വർധനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മുടക്കുന്ന എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് നിങ്ങളിത് നേടിയെടുക്കുക. ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുക. നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹെഡേക്ക് ഇല്ല. പിന്നീട് നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ് മാറും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന പണം, സമയം എന്നിവ നിങ്ങൾക്ക് എന്താവുന്നത് വലിയ നഷ്ടമായിട്ടാണ് നിങ്ങൾ കാണുക. അതിനൊന്നും ആവശ്യമില്ല എന്നാ പല ആളുകളും പറയുന്നത്. പക്ഷേ ഇവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ വരുന്ന ഉപഭോക്താവ് സാറ്റിസ്ഫൈഡ് ആവില്ല. ഇവരെ അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അതിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ നിലനിർത്താനുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടീമിനെ നിങ്ങൾ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ബെസ്റ്റ് ഫുഡ്, ബെസ്റ്റ് പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോഴാണ് നിങ്ങളൊരു ബിസിനസ് ഉടമയാവുന്നത്. നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? ഒരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഓരോ ജീവനക്കാരനും നിങ്ങൾ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താണ് സംഭവിക്കുക? ആ ഏൽപ്പിച്ച ജോലികളൊക്കെ ഉള്ള ജീവനക്കാരവിടെ ഉണ്ടാവും. പക്ഷെ എല്ലാ ജോലികളിലും നിങ്ങൾ ഇടപെടേണ്ടി വരും, ഇല്ലേ? ഇപ്പോഴത്തെ സ്ഥിതി അതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥിതി മാറിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ച ജീവനക്കാരൻ അവനത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിന്നുകൊണ്ട് ഏറ്റെടുത്ത് അവൻ സ്വയം ചെയ്യുന്ന രൂപത്തിലേക്ക് ആ ബിസിനസ്സിനെ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ മാറ്റണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അവരെ നിലനിർത്താനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റോറൻറ്റുകൾക്ക് സക്സസ് ആയിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇതായിരുന്നു. നമ്മുടെ ജീവനക്കാർ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് ആകുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എന്നുള്ളതാണ്. നമ്മുടെ ഫുഡോ നമ്മുടെ മാർക്കറ്റിങ്ങോ നമ്മുടെ മെനുവോ ഒന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവനക്കാരൻ നന്നായാൽ മറ്റുള്ളതിലൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റിനെ സക്സസ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും.
അപ്പം നമ്മുടെ ജീവനക്കാരെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യും, അവരെ കൃത്യമായിട്ട് ഓൺബോർഡ് ചെയ്യും, അവരെ കൃത്യമായിട്ട് നിലനിർത്തുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ ലൈവിൽ പങ്കെടുത്ത ആളുകൾക്ക് ഞാനൊരു ഹയറിംഗ് ചെക്ക് ലിസ്റ്റ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ചെക്ക് ലിസ്റ്റ് അയച്ചു തരും. ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഹയറിങ്ങിനും നിങ്ങളുടെ ജീവനക്കാരെ നിലനിർത്തുന്നതിനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇനി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ടീമുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മെസ്സേജസ് കമൻറ്റ് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഥവാ കിട്ടിയിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഞങ്ങളെ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ്. ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടിങ് ഏജൻസിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എബോ ഒരു 15,000 റുപ്പീസോളം നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. അങ്ങനത്തെ ഒരു ചെക്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ഈ ഒരു ലൈവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത്. കൂടാതെ ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ് നേരിടുന്ന എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റാഫിങ്ങിൻ്റെ പ്രോബ്ലം നേരിടാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ പ്രോബ്ലം നേരിടാം, നിങ്ങളുടെ ഫുഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം നേരിടാം, അതേപോലെ നിങ്ങളുടെ മാർക്കറ്റിംഗ് സക്സസ് ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ നേരിടുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളുമായിട്ട് നേരിടുന്ന എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അവരതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.